സ്വാഗതം. ദ ഇടം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക് നമ്മൾ വീണ്ടും സിറിയയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സിറിയയിൽ ബാഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപക്ഷെ ബാഷർ അൽ അസദിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണം 50 വർഷത്തോളം നീണ്ട ഭരണം അവസാനിച്ചിട്ട് അവിടെ പ്രതിപക്ഷ സഖ്യം അധികാരത്തിലേക്ക് വരികയാണ്. അവർ ഭരണം പിടിച്ചിരിക്കുന്നു, പക്ഷേ ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടം അവിടെ സ്ഥാപിതമായിട്ടില്ല. എന്തായിരിക്കും സിറിയയുടെ ഭാവി? ആ മേഖലയിൽ, അതായത് സിറിയ ഉൾക്കൊള്ളുന്ന വിവിധ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അറബ് ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കും സിറിയയിലെ സംഭവവികാസങ്ങൾ ബാധിക്കുക എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ പി ജെ വിൻസെൻ്റാണ്. സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം വിൻസെൻ്റ് മാഷ് തന്നെ ഈ സിറിയയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ ബാഷർ അൽ അസദിൻ്റെ ഭരണം അവിടെ അവസാനിച്ചിരിക്കുന്നു. ഏകാധിപത്യ ഭരണമാണ്, ഡൈനാസ്റ്റി ആയിരുന്നു. അത് അവിടെ അവസാനിച്ചു. ആ ഭരണം മാറ്റി ഒരു ജനാധിപത്യ സമ്പ്രദായം കൊണ്ടുവരാനായിട്ട് 2011 ഒരു ശ്രമം ഉണ്ടാവുകയും അതിനെ അടിച്ചമർത്തുകയും വലിയ തോതിലുള്ള മനുഷ്യ കുരുതിക്ക് ബാഷർ അൽ അസദ് ഭരണകൂടം തയ്യാറാവുകയും ചെയ്തു. ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ആ ഭരണകൂടം തീരുമ്പോൾ പുതിയ സിറിയയെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? കാരണം വെച്ചാൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന് പറയുന്ന ഗ്രൂപ്പ്, അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിൽ ആ ഗ്രൂപ്പുണ്ട്. തുർക്കി പിന്തുണയ്ക്കുന്ന വേറൊരു മിലിറ്റൻറ്റ് ഗ്രൂപ്പുണ്ട്, കുർദിഷ് മിലിറ്റൻറ്റ് ഗ്രൂപ്പുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങൾ ഈ സിറിയയുടെ പല പ്രവിശ്യകളും പല ഭാഗങ്ങളും എന്താ പറയുക അവരുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സിറിയ എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? സിറിയയുടെ മുന്നോട്ടുള്ള പോക്ക് HTS ഹയത്ത് അൽ ഷാമിൻ്റെ ആന്തരികമായ മാറ്റങ്ങളോട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ തലവൻ താങ്കൾ സൂചിപ്പിച്ച പോലെ അബു മുഹമ്മദ് അൽ ജുലാനി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് അഹമ്മദ് അൽ ഷാര എന്നാണ്. അദ്ദേഹം ആ പഴയ പേര് വീണ്ടും സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ജിഹാദി അൽ ഖ്വയ്ദയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത ജബത്ത് അൽ നുസ്ര അഥവാ നുസ്ര ഫ്രണ്ട് എന്ന സായുധ ഭീകര സംഘത്തിൻ്റെ നേതാവായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ അൽ ജുലാനി എന്ന പേര് സ്വീകരിക്കുന്നത്. 2011 അറബ് വസന്തത്തിൻ്റെ ഭാഗമായി സിറിയയിൽ ജനകീയമായ ഉയർപ്പുണ്ടാവുന്നത്. അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് മതസംഘങ്ങൾ തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഈ ഡമാസ്കസ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഡമാസ്കസ്, അലപ്പോ തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മധ്യവർഗം, ബുദ്ധിജീവികളായിട്ടുള്ള വിഭാഗം, അങ്ങനെയുള്ള അധ്യാപകർ, ഇങ്ങനെ സിവിൽ സൊസൈറ്റി വളരെ സജീവമായിട്ട് 2021 ഉയർപ്പിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം വിവിധ സുന്നി സംഘങ്ങൾ, കുർദിഷ് ഗ്രൂപ്പുകൾ, അമേരിക്കൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ, ഇവരൊക്കെ ഈ സംഘർഷത്തിൽ സജീവമായി പങ്കെടുത്തു. അത്തരത്തിലുള്ളൊരു ജനകീയ ഉയർപ്പായിരുന്നു. അതിനെ രക്തത്തിൽ മുക്കി കൊല്ലുന്ന സമീപനമാണ് ബാഷർ അൽ അസദ് സ്വീകരിച്ചത്. അതിനെ അടിച്ചമർത്താൻ അവർക്ക് സാധിച്ചത് സിറിയൻ സൈന്യത്തിൻ്റെ പ്രഹരശേഷി കൊണ്ടൊന്നുമല്ല, ഇറാൻ്റെയും റഷ്യയുടെയും സായുധ സഹായത്തോടു കൂടി കൊണ്ട് മാത്രമാണ്. 2012 ജബത്ത് അൽ നുസ്ര ഫോം ചെയ്യുന്നത്. അത് വടക്ക് പടിഞ്ഞാറൻ സിറിയ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രവർത്തനം. അവർ തുർക്കിയുടെ സഹായവും അവർക്കുണ്ടായിരുന്നു. ആദ്യം അൽ ഖ്വയ്ദയുമായിട്ടായിരുന്നു അതിൻ്റെ അഫിലിയേഷൻ. 2014 അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ അധികാരം പിടിച്ചു. അവരുടെ തലസ്ഥാനം ഉത്തര സിറിയയിലെ റാഖയായിരുന്നു. റാഖ ഉൾപ്പെടുന്ന ഉത്തര സിറിയയും ഇറാഖിൻ്റെ മൊസൂൾ നഗരം കേന്ദ്രീകരിച്ച് ഉത്തര ഇറാഖും പൂർണ്ണമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന് നേതൃത്വത്തിൽ വന്നു. അപ്പോൾ അബൂബക്കർ അൽ ബാഗ്ദാദി അൽ ജുലാനിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരണം എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാതെ ഒരു സ്വതന്ത്ര അസ്തിത്വത്തോടു കൂടി നിൽക്കാൻ അദ്ദേഹം തയ്യാറായി. അപ്പോൾ ഈ അൽ നുസ്ര ഫ്രണ്ടിനെ 2017 അദ്ദേഹം ഫതഹ് അൽ ഷാം എന്ന് പുനർനാമകരണം ചെയ്തു. പിന്നീടത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന പേരിലേക്ക് മാറി. ഇവിടെ ഈ അൽ ഷാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലെവന്ത് എന്ന് പറയുന്ന മേഖലയാണ്. യൂറോപ്യന്മാർ നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം,
കൊളോണിയൽ പീരീഡിൽ സിറിയ ഫലസ്തീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം, ഗ്രേറ്റർ സിറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം, ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഷാം ബിബ്ലിക്കൽ നെയിമാണ്. ബൈബിൾ കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ സൂചിപ്പിച്ച പേരാണ്. അത് ഇന്നത്തെ ഇസ്രായേൽ, ഇന്നത്തെ ഫലസ്തീനായിട്ടുള്ള വെസ്റ്റ് ബാങ്ക്, ഗസ തുടങ്ങിയ പ്രദേശങ്ങൾ, ഇന്നത്തെ സിറിയ, ലെബനൻ്റെ ഭാഗങ്ങളൊക്കെ ചേർന്ന സിനായി പെനിൻസുല അടക്കം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്ത് മുഴുവനും ഭരണം സ്ഥാപിക്കുക എന്ന ഒരു ലക്ഷ്യം, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ പേര് ISIL എന്നാണല്ലോ. അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ലെവൻത്ത് എന്നാണ്. അപ്പോൾ ആ ലെവന്തൈൻ കോസ്റ്റ്, ലെവന്ത് എന്ന് പറയുന്ന മേഖലയെയാണ് അൽ ഷാം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ പ്രായോഗികമായിട്ട് അതൊരു സിറിയൻ ദേശീയത എന്ന നിലയിലേക്ക് അത് ചുരുങ്ങിയാണ്. സിറിയൻ ദേശീയതയിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു. എന്നുവെച്ചാൽ അൽ-ഖ്വയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും മുന്നോട്ട് വെച്ചത് ജിഹാദി അന്താരാഷ്ട്ര ദേശീയതയാണ്. അത് ഇസ്ലാമിൻ്റെ സാർവദേശീയത, ആഗോളാടിസ്ഥാനത്തിലുള്ള മുസ്ലിമുകളെല്ലാം ചേർത്ത് ഒരു ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ്. അത് രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് ഇസ്ലാമിക് സ്റ്റേറ്റും അതിനു മുമ്പ് അൽ-ഖ്വയ്ദയും മുന്നോട്ട് വെച്ചു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അവർ കൃത്യമായി സിറിയയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സിറിയൻ നാഷണൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഒരു ആശയമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേരുമാറ്റം. അതോടൊപ്പം ഒരു അന്താരാഷ്ട്ര ജിഹാദി, ഇൻ്റർനാഷണൽ ജിഹാദി എന്ന തലത്തിൽ നിന്ന് ഒരു സിറിയൻ ദേശീയവാദി ആയിട്ടുള്ള സുന്നി മുസ്ലിം എന്ന മട്ടിലുള്ള മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പഴയ പേര് സ്വീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അഹമ്മദ് അൽ ഷറ എന്നുള്ള പേരാണ് ഇപ്പോൾ സ്വീകരിച്ചത്. ഇപ്പോൾ ദമാസ്കസിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഉമയ്യാദ് പള്ളിയിൽ നിന്ന് വിശ്വാസികളെ അഡ്രസ്സ് ചെയ്തപ്പോഴും ഈ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ HTS സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള മാറ്റം, അതിൻ്റെ നേതാവായിട്ട് അൽ ജുലാനി സ്വയം മാറിയതായിട്ട് അദ്ദേഹത്തിൻ്റെ പേരുമാറ്റത്തിൽ പോലും നൽകുന്ന സൂചനകൾ, ഇതൊക്കെ സിറിയയുടെ ഒരു ഭാവിയിലേക്കുള്ള സൂചനകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ മതന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അലപ്പോ നഗരം ആവർത്തിച്ച് പറയുന്നുണ്ട്. അലപ്പോ നഗരം പ്രാചീന ക്രൈസ്തവ സഭയുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് അലപ്പോ നഗരവും ഡമാസ്കസും അന്ത്യോക്യയൊക്കെ. അപ്പോൾ ഈ സൈന്യം HDS അവിടെ പ്രവേശിച്ച സമയത്ത് അവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവാതിരിക്കാൻ അവർ സവിശേഷമായി ശ്രദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ കടന്നു വന്ന സമയത്ത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല, ഞങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ല എന്നൊക്കെ അവർ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ അധികാരം പിടിച്ച സമയത്ത് ഇതായിരുന്നില്ല അവസ്ഥ. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിൽ വന്ന പ്രദേശത്തിൽ ഷിയാക്കളുടെ പള്ളികൾ പൂർണ്ണമായും തകർത്തു, ഷിയാക്കളെ വംശീയോന്മൂലനത്തിന് വിധേയമാക്കി, ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു, അതിപുരാതനമായ ക്രിസ്ത്യൻ പള്ളികളടക്കം അവർ തകർത്ത് കളഞ്ഞു. അത്തരത്തിൽ ഒരു ഭീകരാന്തരീക്ഷം അവർ സൃഷ്ടിച്ചു. എന്നാൽ ആ സമീപനം ഇതുവരെ HTSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അലപ്പോയിൽ നിന്ന് ഡമാസ്കസിൽ പ്രവേശിച്ചപ്പോഴും അവർ അലവൈറ്റ് ഷിയാക്കളോടാണ് ഒരു ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏകദേശം 10% അലവൈറ്റ് ഷിയ മുസ്ലിംസാണ്. സിറിയയുടെ ഒരു മതപരമായ ഡിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 ഒരു സെൻസസ് പ്രകാരം 74% സുന്നികളാണ്, ബാക്കി 13% ഷിയാക്കളാണ്, പിന്നെ 3% ഡ്രൂസുകളും ആണ്, 10% ക്രിസ്ത്യാനികളാണ്. അങ്ങനെയാണ് 100%-ത്തിലെത്തുക. ഈ 13% വരുന്ന ഷിയാക്കളിൽ 3% ഇസ്മായിലി ഷിയാക്കളും 10% അലവൈറ്റ് ഷിയാക്കളുമാണ്. ഈ അലവൈറ്റ് ഷിയ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഹാഫിഷും അദ്ദേഹത്തിൻ്റെ മകൻ ബാഷറും. അപ്പോൾ യഥാർത്ഥ ഇപ്പോൾ എന്താ പറയുക, ഭരണം പിടിക്കുന്ന വിഭാഗത്തിലുള്ളൊരു പ്രധാനപ്പെട്ട വിയോജിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഒരുപക്ഷെ ഈ അലവൈറ്റ് ഷിയയുടെ ഭാഗമാണ്, ബഷർ അൽ അസദ് വിഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ. ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അലവൈറ്റ് ഷിയാക്കൾ അവരുടെ അനിസ്ലാമികമായ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ചാൽ അവർക്ക് സംരക്ഷണം നൽകും എന്നുള്ളതാണ്. അപ്പോൾ അനിസ്ലാമികം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഒരു ട്രിനിറ്റി പോലെയുള്ള സങ്കല്പത്തിൽ മുഹമ്മദ്, അതുപോലെ അലി,
പിന്നെ അവരുടെ ഒരു ഇമാമുണ്ട്, ഒരു പേർഷ്യക്കാരനായ ഇമാം. ഇവരും ചേർന്നൊരു ട്രിനിറ്റി എന്നുള്ളൊരു ഹോളി കൺസെപ്റ്റൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വളരെ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഷിയ സെക്റ്റാണ് അലവൈറ്റ്സ്. അപ്പോൾ അതേസമയം ഇസ്മായിലീസ് കുറച്ചുകൂടെ ഡിഫറൻസ് ആണ്. ഫാത്തിമിഡുകളുടെ കാലത്ത് വരുന്ന ഗ്രൂപ്പാണ് ഇസ്മായിലി ഷിയാക്കൾ. അപ്പോൾ അവരോടും സുന്നി സലഫി വീക്ഷണകോണിൽ ഇസ്ലാമിനെ നോക്കി കാണുമ്പോൾ ഷിയാക്കൾക്കുള്ള അനിസ്ലാമികമായ ഘടകങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്കും സംരക്ഷണം നൽകും എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2011 സിറിയയിൽ ആരംഭിച്ച സിവിൽ വാർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെ ഭരണമാറ്റം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. സിവിൽ വാറിൻ്റെ അവസ്ഥ എന്താണ്? സിവിൽ വാർ അവിടുത്തെ വാറിംഗ് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഐക്യപ്പെടലുണ്ടാവണം. ഇപ്പം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് നിയന്ത്രിച്ചിരുന്ന ഉത്തര സിറിയൻ പ്രദേശങ്ങൾ, റാഖ കേന്ദ്രമാക്കിയിട്ടുള്ള ഉത്തര സിറിയൻ പ്രദേശങ്ങൾ ഇപ്പോൾ സിറിയൻ ഡെമോക്രാറ്റിക് സിറിയൻ ഫോഴ്സസ് എന്ന അമേരിക്കൻ പിന്തുണയുള്ള കുർദ് ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാണ്. അതിൽ ആ മേഖലയിലുള്ള കുർദുകളുടെ ഒരു ഗ്രാമം ഇപ്പോൾ HTS പിടിച്ചെടുത്തതായിട്ട് ഉള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ആ മേഖലയിലേക്ക് ഏകദേശം ഒരു 20 മുതൽ 25% വരെ സിറിയയുടെ മൊത്തം ഭൂപ്രദേശം ഇപ്പോൾ ഈ കുർദ് പോരാളികളുടെ നിയന്ത്രണത്തിലാണ്. അതുപോലെ ഫ്രീ സിറിയ ആർമി പ്രധാനമായും സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയാണ്. അതിന് എൻക്ലേവുകളും ഉണ്ട്, അവർ നിയന്ത്രിക്കുന്ന ഭൂപ്രദേശമുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിന് ചെറിയ മേഖലയിൽ നിയന്ത്രണമുണ്ട്. ഈ HTS എന്ന് പറയുന്നത് ഇദ്ലിബ് കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം. യഥാർത്ഥത്തിൽ അവർ ഒരു തുർക്കി പ്രോക്സി ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഹസ്ബുള്ള എങ്ങനെയാണോ ഇറാൻ്റെ പ്രോക്സി ആയിട്ട് ലെബനനിൽ പ്രവർത്തിക്കുന്നത്, സമാനമായ രൂപത്തിലാണ് തുർക്കിയുടെ പിന്തുണയോടുകൂടി തുർക്കി സിറിയ അതിർത്തിയിൽ തുർക്കിയുടെ സ്വാധീന മേഖലയുണ്ട്. ആ മേഖലയിൽ വരുന്ന നഗരമാണ് ഇദ്ലിബ് കേന്ദ്രീകരിച്ച് 2016 മുതൽ ഏകദേശം 2 ദശലക്ഷത്തോളം വരുന്ന സിറിയക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അൽ ജലാനി. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഉയർന്നു വന്ന ആളല്ല. മാത്രവുമല്ല, അവിടെ നിന്ന് തുർക്കിയുടെ ആയുധങ്ങൾ, തുർക്കിയുടെ പരിശീലനം, തുർക്കിയുടെ ഇൻ്റലിജൻസ് സപ്പോർട്ട് ഇതെല്ലാം ആവോളം കിട്ടിയ ഒരു പ്രസ്ഥാനമാണ് അവർ. മാത്രവുമല്ല, അവിടുത്തെ ശാക്തിക ബലാബലത്തിൽ സിറിയ, ഇറാൻ, റഷ്യ, ഇവിടെ വെസ്റ്റേൺ ബ്ലോക്കിന് താല്പര്യം അമേരിക്കയുടെ നാറ്റോയിൽ അംഗമായ ടർക്കിയെ, അവർക്ക് പാശ്ചാത്യ ബ്ലോക്കുമായി ബന്ധമുണ്ട്. പാശ്ചാത്യ പിന്തുണയുള്ള തുർക്കി ഒരു സുന്നി സ്റ്റേറ്റാണ്. ഇവിടെ ഖത്തറിൻ്റെ സാമ്പത്തിക സഹായം. അങ്ങനെ തുർക്കി, ഖത്തർ, HTS എന്ന നിലയ്ക്കാണ് അവിടുത്തെ ഫോർമേഷൻ. ഇപ്പോഴത്തെ മുന്നേറ്റവും ഇതേ രൂപത്തിലാണ് വരുന്നത്. അപ്പം ഖത്തറിൻ്റെ വലിയ സാമ്പത്തിക സഹായവും തുർക്കിയുടെ സൈനിക സഹായവും ആയുധങ്ങളും പരിശീലനവും, എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിലും പഴയ അൽഖ്വയ്ദയിലും ഒക്കെയുള്ള ചെചനിയ ഉയ്ഗൂർ മുസ്ലിമുകൾ അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളിൽ ഒക്കെ പെടുന്ന സുന്നി സലഫി വിശ്വാസം പിൻപറ്റുന്ന ജിഹാദിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് HTS വരുന്നത്. അവരാണ് ഇപ്പോൾ അവിടെ അധികാരം. ഈ HTSന് ഈ പറയുന്ന കുർദിഷ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പിന്തുണയ്ക്കുന്ന മറ്റ് സിറിയൻ നാഷണലിസ്റ്റ് ഗ്രൂപ്പുകൾ ഇതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടൊരു സർക്കാർ ഉണ്ടാക്കുക അത്ര എളുപ്പമാണോ? കാരണം ഇവർക്ക് അൽഖയ്ദയുടെയും ISൻ്റെയും പാരമ്പര്യം അവിടെ ഉണ്ട്. അത് എളുപ്പത്തിൽ കളഞ്ഞിട്ട് ഒരു കോയിലേഷൻ അല്ലെങ്കിൽ കുറെ കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വ്യൂസ് ഇപ്പോൾ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, ഞങ്ങളുടെ പഴയ സിദ്ധാന്തങ്ങളൊക്കെ മാറ്റിയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമാണോ? ഒട്ടും എളുപ്പമല്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഇതെല്ലാം മതം മാത്രമല്ല, വംശീയ ഗ്രൂപ്പുകൾ കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം 74% സുന്നികളുണ്ടെന്ന് പറയുമ്പോൾ അതിൽ അറബികളുണ്ട്, തുർക്കി വംശജരായ സുന്നികളുണ്ട്, കുർദുകളായ സുന്നികളുണ്ട്. ഇതിൽ ഇവരുടെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പോൾ HTS സുന്നികളാണ്, ഈ സിറിയൻ നാഷണൽ ഫോഴ്സസ് എന്ന് പറയുന്ന കുർദിസ്ഥാൻ കുർദുകളും സുന്നികളാണ്. പക്ഷേ ഇവർ തമ്മിൽ വംശീയമായ വിഭജനങ്ങളും അതനുസരിച്ചുള്ള രാഷ്ട്ര താല്പര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ താലിബാനിൻ്റെ ഒരു വരവ് വളരെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അവിടുത്തെ രണ്ടാം വരവിൽ താലിബാൻ 2.0 വളരെ വ്യത്യസ്തമായ ഒരു സംഘമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ അവരുടെ വിദേശ നയത്തിൽ അത് വളരെ പ്രകടമായിരുന്നു. അവർ ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കാൻ ഇപ്പോൾ പരിശ്രമിക്കുന്നില്ല. എന്ന് വെച്ചാൽ താലിബാൻ ബ്രാൻഡ് അല്ലെങ്കിൽ അൽഖ്വയ്ദ ബ്രാൻഡ് ജിഹാദിസം
മറ്റ് രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുക എന്ന സമീപനത്തിൽ നിന്ന് താലിബാൻ പിന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അവരിപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭൂമിശാസ്ത്രത്തിനകത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കോ പടിഞ്ഞാറൻ ബ്ലോക്കിനോ ഇപ്പോൾ പ്രശ്നമില്ല. 2021 അമേരിക്കയുമായി ഉണ്ടാക്കിയുള്ള കരാറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ അതായിരുന്നു. അതായത് പാശ്ചാത്യ ശക്തികൾക്കെതിരായിട്ട്, അമേരിക്കയ്ക്കെതിരായിട്ട്, ഇസ്രായേലിനെതിരായിട്ട് ജിഹാദിസത്തെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ട് ജിഹാദികളുടെ ലോഞ്ചിങ് പാടായി അഫ്ഗാനിസ്ഥാനെ മാറ്റില്ല. ഈ സാഹചര്യത്തിലാണ് അവിടെ താലിബാൻ 2.0 സാധ്യമായത്. അവിടെ വന്നിട്ടുള്ളത് അവരുടെ വിദേശ നയത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഒരു അന്താരാഷ്ട്ര പ്രത്യയശാസ്ത്രം, അതായത് നാഷണലിസത്തിൽ നിന്ന് ഇൻ്റർനാഷണലിസം, അതായത് ഇസ്ലാമിസ്റ്റ് ഇൻ്റർനാഷണലിസത്തിൽ നിന്ന് അഫ്ഗാൻ ദേശീയതയിലേക്ക് അവർ പിന്മാറ്റം നടത്തി. അഫ്ഗാനിസ്ഥാനും അഫ്ഗാൻ ദേശീയതയും പിന്നെ പഷ്തൂൺ വംശീയ ദേശീയതയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ആശയപരിസരം അവരെ രൂപപ്പെടുത്തി. ശരീഅത്തും ഗോത്ര നിയമങ്ങളും ചേർന്നിട്ടുള്ള പഷ്തൂൺ വാലിയാണ് ഇപ്പോൾ അവർ നടപ്പാക്കുന്നത്. അതേസമയം അവിടെ ഉസ്ബക്കുകളും താജിക്കുകളും ഹസാരകളും ഒക്കെയുണ്ട്. അതാ വംശീയ വിഭാഗങ്ങളുടെ സ്വാധീന മേഖലയിലേക്ക് താലിബാൻ അക്രമമായ കടന്നുകയറ്റം നടത്തുന്നുമില്ല. ഇതാണ് അവരെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഏറെക്കുറെ സ്ഥിരത നേടാൻ അവരെ പ്രാപ്തമാക്കിയ ഘടകം. സമാനമായ രീതിയിൽ ഒരു ഡമാസ്കസ്, അലപ്പോ തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലൊക്കെ HTSന് സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതോടൊപ്പം ഇപ്പോൾ കുർദുകളുടെ സ്വാധീന മേഖലയും അല്ലെ ഫ്രീ സിറിയ ആർമിയുടെ സ്വാധീന മേഖലയിലൊക്കെ സ്വയംഭരണ പ്രദേശങ്ങളായിട്ട് അവർക്ക് അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചേക്കാം. അതല്ല, ഈ പ്രദേശങ്ങളെല്ലാം നേരിട്ട് സർക്കാർ നിയന്ത്രണത്തിലേക്ക്, ഡമാസ്കസ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ രൂപപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരണം എന്ന നിലയ്ക്കാണ് ഒരു സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ അതിൽ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സിറിയ ഒരു മൾട്ടി റിലീജിയസ്, മൾട്ടി എത്നിക്, മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. അതിനകത്ത് വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ സിറിയനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ. അത്തരമൊരു ജനാധിപത്യ അനുഭവത്തിലേക്ക് സിറിയ ഭരണങ്ങളിൽ ഇനിയും ദശാബ്ദങ്ങൾ പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വരില്ലല്ലോ. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊരു ജനാധിപത്യ രാഷ്ട്രമായി മാറിയത് 200 വർഷത്തെ കോളനി വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ജനങ്ങളിൽ രൂപപ്പെട്ട ആഴത്തിലുള്ള ഐക്യമാണ് ഇന്ത്യൻ ദേശീയയുടെ അടിത്തറയായിട്ട് വർത്തിക്കുന്നത്. എന്നിട്ടും വിഭജിക്കപ്പെട്ടു എന്നുള്ള കാര്യം വേറെ. അപ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ അത് രൂപപ്പെട്ടു വരുന്നതല്ല. അപ്പോൾ സിറിയയിൽ ഒരു താൽക്കാലികമായ തലത്തിൽ അവർക്ക് ഐക്യപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഒരു ഗവൺമെൻറ് സ്റ്റേബിളായിട്ട് നിൽക്കും. പക്ഷേ രാഷ്ട്രമെന്ന നിലയിൽ ഇൻറ്റേർണൽ കോഹറൻസ് ഉണ്ടാവണമെങ്കിൽ ആധുനിക ജനാധിപത്യ ആശയത്തിലേക്ക് വരേണ്ടി വരും. കാരണം അതിന് മാത്രമേ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ HTS ഒരു സലഫി സുന്നി ജിഹാദിസ്റ്റ് പ്രസ്ഥാനമാണ്. ശരിയ ആണ് നിയമം, ശരിയ നടപ്പാക്കും, ശരിയെ ആധാരമാക്കിയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് സ്ഥാപിക്കുന്നതെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത 10% വരുന്ന ക്രിസ്ത്യാനികളെ അവർ ടോളറേറ്റ് ചെയ്തേക്കാം, ടോളറേറ്റ് ചെയ്തേക്കാം. പക്ഷേ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു രാഷ്ട്രമായി മാറുമ്പോൾ ആ രാഷ്ട്രത്തിൽ തുല്യ അവകാശങ്ങളുള്ള പൗരന്മാരായിട്ട് അവിടുത്തെ ക്രിസ്ത്യാനിക്കും കുർദിനും സുന്നിക്കും ഷിയായിക്കും ഒക്കെ മാറാൻ കഴിഞ്ഞാലല്ലേ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ രാഷ്ട്രം ഒരു സുന്നി സലഫി ജിഹാദി രാഷ്ട്രമായി മാറുകയും മറ്റ് മതന്യൂനപക്ഷങ്ങൾ അവർ സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നുള്ള നിലയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ എന്താണ്, സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസോ അല്ലെങ്കിൽ സംരക്ഷിത വിഭാഗമോ ആയിട്ടാണ് നിൽക്കുക. നിങ്ങൾക്കിവിടെ താമസിക്കാം, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു റൈറ്റും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അസാദിൻ്റെ റെഷീമിലും സംഭവിച്ചത്. നമ്മൾ അസാദിൻ്റെയും ഹാഫിസിൻ്റെയും ഭരണകൂടങ്ങൾ സെക്കുലറാണ്, കോട്ട് ആൻഡ് അൺകോട്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ പ്രശ്നം ഈ 10% വരുന്ന അലവൈറ്റ് ഷിയാക്കളാണ് ആ ഭരണകൂടത്തിൻ്റെ സമസ്ത തലങ്ങളിലും സ്വാധീനം ഉറപ്പിച്ചത്. മറ്റ് ഇസ്മായിലൈറ്റ് ഷിയാക്കൾക്ക് പോലും വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ബ്യൂറോക്രസി, ഗവൺമെൻറ്, മറ്റ് ഭരണവിഭാഗം, സാമ്പത്തിക നിയന്ത്രണം, ഈ കാര്യങ്ങളെല്ലാം എടുത്താൽ അവിടുത്തെ ഈ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഈ 10% വരുന്ന അലവൈറ്റ്സ് ഷിയാക്കൾക്കായിരുന്നു മേൽക്കൈ. അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികൾക്കുമൊക്കെ വലിയ സംരക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാൽ ഒരു 25% വരുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും 25% ഭരണം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 75% വിശിഷ്യ ഈ സുന്നികൾ അവരുടെ ഭരണത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായിരുന്നു. അതേസമയം രാഷ്ട്ര നിയമം എന്ന നിലയ്ക്ക് ഒരു സെക്കുലർ നിയമങ്ങളാണ് അവർ നടപ്പാക്കിയത്. സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, എലക്ഷൻ പേരിനെങ്കിലും നടത്തിയിരുന്നു എന്നുള്ളതൊക്കെ ജനാധിപത്യത്തിൻ്റെ അടയാളമായി കണക്കാക്കാമെങ്കിൽ
അസദ് റെജീം ഒരു ഡെമോക്രാറ്റിക് സെക്കുലർ സ്റ്റേറ്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ പ്രായോഗിക തലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ അവിടെ വരാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട, കൃത്യമായി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് വരാൻ പോകുന്നത്. റൈറ്റ്. അത് വരുമ്പോൾ ഈ ആ മേഖലയിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഫലസ്തീൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഫലസ്തീന് മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഫലസ്തീൻ കോസിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ശൃംഖലയിൽ സിറിയ ഉണ്ടായിരുന്നു. പുതിയൊരു ഭരണ സംവിധാനം വരുമ്പോൾ ആ നിലപാടിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ പുതിയ ഭരണ സംവിധാനം അവർ ഭരണം പിടിക്കുന്നു. ഭരണം പിടിച്ചതിൻ്റെ തൊട്ട് പുറകെ നമ്മൾ കാണുന്ന അമേരിക്കയും ഇസ്രായേലും സിറിയയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നതാണ്. സിറിയയ്ക്കുള്ളിൽ ആക്രമണം. അതിന് അവർ ന്യായം പറയുന്നത് അസദ് ഭരണകൂടം സമാഹരിച്ചു വച്ചിരിക്കുന്ന ആയുധങ്ങൾ പുതിയ ഭരണ സംവിധാനത്തിൻ്റെ കൈകളിലേക്ക് പോകുന്നത് അപകടമാകുമോ എന്ന ഭയത്താൽ ഞങ്ങൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആൾനാശം ഉണ്ടായിട്ടുണ്ടോ, മറ്റ് നാശനഷ്ടങ്ങൾ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ പുതുതായിട്ട് അധികാരത്തിലേക്ക് വരുന്ന ഭരണ നേതൃത്വത്തിലേക്ക് വരുന്ന സംഘടനയോ അതിൻ്റെ നേതൃത്വമോ ഈ ആക്രമണങ്ങളെ ഒന്നും അപലപിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കേണ്ടത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടിയാണ് യുക്രൈൻ അല്ലെങ്കിൽ ഇറാന് മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുക്രൈൻ റഷ്യ സംഘർഷവും ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഇതിൻ്റെ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്നെ സഹായത്തോടുകൂടി ഈ സഖ്യം അധികാരത്തിലേക്ക് വരുന്നു. അവർ നടത്തുന്ന ആക്രമണങ്ങളിൽ വലിയ അതൃപ്തിയൊന്നും അങ്ങനെയാണോ നമ്മളിതിനെ വിലയിരുത്തേണ്ടത്? അങ്ങനെ തന്നെയാണ്. അത് വെസ്റ്റ് ഏഷ്യയുടെ പൊതുവായ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവിടെ ഈ പാവങ്ങൾ യഥാർത്ഥത്തിൽ വെറും പാവകൾ മാത്രമാണ്. വൻശക്തി രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവകളാണ്. അവർ വെറും പൗണ്ട്സ് മാത്രമാണ്. ഇപ്പോൾ ഇറാൻ അവിടെ ചെയ്തത് 1979 വരെ അത് അമേരിക്കയുടെ ഒരു പപ്പറ്റ് ഗവൺമെൻറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്, റെസ പഹ്ലവി. 79 ഇറാൻ ചെയ്തത് പണ്ട് സോവിയറ്റ് യൂണിയൻ ചെയ്ത അതേ ജോലിയാണ് ആയത്തുള്ള അലി ഖൊമേനി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസം കയറ്റി അയക്കുക എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ വിപ്ലവം നടന്നത് റഷ്യയിലാണ്. റഷ്യയിൽ നിന്ന് റവല്യൂഷൻ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. 1924 പിന്നീട് അതിലൊരു മാറ്റം സ്റ്റാലിൻ വരുത്തിയെങ്കിലും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും ചെയ്തു കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയനാണ്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്ന വർഷത്തിൽ പോലും ഇന്ത്യയിലെ CPIക്ക് റഷ്യയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കി. അപ്പോൾ സമാനമായ രൂപത്തിൽ 1979 ശേഷം ഈ ഷിയ റവല്യൂഷൻ മറ്റു പ്രദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതായിരുന്നു ഇറാൻ്റെ വിദേശ നയം. അതിനുവേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള സംഘമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്. ഇതുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത അൽ ഖുദ്സ് എന്ന് പറഞ്ഞ പ്രത്യേക സംഘമാണ് ഈ വെസ്റ്റ് ഏഷ്യയിലും ഉത്തര ആഫ്രിക്കയിലും വിവിധ ഷിയ മിലീഷ്യകളെ വളർത്തിയെടുക്കുകയും പരിശീലിപ്പിക്കുകയും അവർക്ക് ആയുധം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിനെ ഇൻ ജനറൽ നമ്മൾ പ്രോക്സീസ് ഓഫ് ഇറാൻ എന്നാണല്ലോ പറയാം. അതിലേറ്റവും ശക്തമായ പ്രോക്സികളാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും. അതുപോലെ ഇറാനിൽ പ്രവർത്തിക്കുന്ന ഈ പോപ്പുലർ മൊബിലൈസേഷൻ ഫ്രണ്ട്. ഇങ്ങനെ നിരവധി പേരുകളിൽ ഈ ഇറാൻ്റെ പ്രോക്സികളുണ്ട്. അപ്പോൾ ഈ ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ റവല്യൂഷൻ ലോകത്തെമ്പാടും ഈ ഇസ്ലാമിക ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ തലവനായിട്ട് ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നത് സൗദി അറേബ്യയിലെ രാജാവാണ്. കാരണം ഹീ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സാങ്ച്വറീസ് ഓഫ് ഇസ്ലാം. അതായത് ആ ഒരു സ്റ്റാറ്റസേ ഉള്ളൂ. കാരണം മെക്കയും മദീനയുടെയും സംരക്ഷകൻ എന്ന നിലയ്ക്ക് വലിയ റൈച്വൽ സ്റ്റാറ്റസ് സൗദി രാജാവിനുണ്ട്. അതായത് തുർക്കിയിലെ പഴയ ഒട്ടോമൻ തുർക്കിയിലെ ഖലീഫയ്ക്ക് ശേഷം ഏറ്റവും അധികം ഇസ്ലാമിക ലോകത്ത് അംഗീകാരം ലഭിക്കാൻ, സൗദി രാജാവിന് അംഗീകാരം ലഭിക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ്. അതിനെയാണ് ആയത്തുള്ള ഖൊമേനി 79 ചോദ്യം ചെയ്തത്. അങ്ങനെയാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ശീതയുദ്ധം ആരംഭിക്കുന്നത്. അപ്പം ഈ ശീതയുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ മൂലഹേതു. ഇവിടെ സിറിയ, ഇറാഖ്, ഇറാൻ ഈ 3 രാജ്യങ്ങളും ഷിയ രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങളും ഇറാൻ്റെ പ്രോക്സികളും ചേർത്ത് വെസ്റ്റ് ഏഷ്യയിൽ ഒരു വലിയ ഒരു ഷിയ മുന്നണി ഉണ്ടാക്കി. ഇതിൽ സുന്നികളുടെ കൂടി പിന്തുണ നേടാൻ അവർ ബോധപൂർവം ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടു. ഹമാസ് ഒരു സുന്നി സംഘമാണ്, ഫലസ്തീനികൾ മഹാഭൂരിപക്ഷവും സുന്നികളാണ്.
ഇവിടെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ശേഷം പിന്നീട് ഒരുപക്ഷെ ലോക മുസ്ലിമുകളെ ഏറ്റവും അധികം സ്വാധീനിക്കുകയും ഇപ്പോഴും അവരുടെ വികാരങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ഫലസ്തീൻ വിഷയം. ആ ഫലസ്തീൻ വിഷയത്തിൽ പല ഘട്ടത്തിലും, പ്രത്യേകിച്ച് ഈജിപ്ത് ആദ്യം 1978 ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റോടുകൂടി പിൻവാങ്ങി, അങ്ങനെ പല സുന്നി രാജ്യങ്ങളും പിൻവാങ്ങി, സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളും ഒന്നും ഇപ്പോൾ പഴയതുപോലെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ആ സാഹചര്യത്തിൽ ഹമാസിനെ ഇറാൻ അതിൻ്റെ മറ്റൊരു പ്രോക്സിയാക്കി മാറ്റി ഈ ഫലസ്തീൻ വിഷയത്തിലും കൂടി ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിക ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരായിട്ട് തുർക്കിയെ ഒരു പുതിയ ദേശീയ ബോധത്തിലേക്ക് വരികയാണ്. അവിടെ എർദോഗൻ പഴയ ഒട്ടോമൻ തുർക്കിയുടെ സ്വപ്നങ്ങൾ പേറുന്ന ഒരു മനുഷ്യനാണ്. പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസ്ഥാപിക്കാൻ പുടിൻ താല്പര്യപ്പെടുന്നത് പോലെ പഴയ ഒട്ടോമൻ സുൽത്താനായി മാറാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുപോലെ ആ പശ്ചാത്തലത്തിലാണ് ആ മേഖലയിൽ നിരവധി സുന്നി സംഘങ്ങൾ ടർക്കിയയുടെ പ്രോക്സികളായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യ രാജ്യവുമായിട്ടുള്ള അവരുടെ ബന്ധം ഒരു പരിധിവരെ തുർക്കിയയ്ക്ക് സഹായവുമാണ്. നാറ്റോയിൽ അംഗമാണ് എന്നത് അവർക്ക് കൂടുതൽ ശക്തിയും പ്രഹരശേഷിയും നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഖത്തറിൻ്റെ സഹായം, ഖത്തർ, ടർക്കിയെ, ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ ഒരു സുന്നി മുന്നേറ്റത്തെ, സുന്നി ഐക്യപ്പെടലിനെ ആ മേഖലയിൽ നയിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം ആസാദിൻ്റെ തകർച്ചയും അതുപോലെ HTSൻ്റെ വളർച്ചയും കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. വിശാലമായ അർത്ഥത്തിലുള്ള സുന്നി ഷിയ സംഘർഷങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പറയുമ്പോൾ ഇപ്പം സിറിയയെ ബഷർ അൽ അസദ് ഭരണകൂടത്തിൽ നിലനിർത്തുന്നതിൽ റഷ്യ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടാണ്. റഷ്യയിലെ സമാന്തര സൈനിക സംവിധാനത്തിൻ്റെ ഇടപെടൽ ഈ 2011 എന്താ പറയുക, അറബ് വസന്തത്തെ ഇല്ലാതാക്കുന്നതിൽ എത്രത്തോളം വലിയ പങ്കാണ് വഹിച്ചതെന്ന് നമുക്കറിയാം. ഇറാൻ്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലെ റഷ്യയുടെ താല്പര്യങ്ങൾ അവർക്ക് നടപ്പാക്കാൻ പാകത്തിലുള്ള ഒരു രാജ്യമായിട്ട് സിറിയ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു, ഐക്യരാഷ്ട്രസഭ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു, ഇസ്രായേൽ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു, ഹമാസ് ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പോഴും ഈ പശ്ചിമേഷ്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഫലസ്തീൻ തന്നെയാണ്. അല്ലെങ്കിൽ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവും അതിനോട് എങ്ങനെയാണ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിറിയ ഇനി എന്ത് പൊസിഷൻ എടുക്കും ഈ വിഷയത്തിൽ? ഇസ്രായേൽ, അമേരിക്ക ഇവരുടെ പിന്തുണ പരോക്ഷമായിട്ടെങ്കിലും ഈ ഭരണമാറ്റത്തിനുണ്ട് എങ്കിൽ അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ഭരണകൂടത്തിന് ഉണ്ടാവുമോ? അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് അവിടെ റേസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതിൽ വളരെ തന്ത്രപരമായൊരു നിലപാട് ജൊലാനി എടുത്തത് പാശ്ചാത്യ ബ്ലോക്കിനെ ഞങ്ങൾ പ്രകോപിപ്പിക്കില്ല എന്നുള്ളതാണ്. അത് അവരുടെ അതിജീവനത്തിന് സ്ഥിരത നൽകുന്ന ഏക ഘടകം അതാണ്. കാരണം തുർക്കിയുടെ പിന്തുണ ഉണ്ടെന്നുള്ളതാണ് പ്രധാനം. തുർക്കിയുടെ സഹായമില്ലെങ്കിൽ HTSന് ഇത്തരം ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കില്ല. 2016 അലപ്പോ നഗരം കീഴടക്കിയല്ലോ. റഷ്യൻ സൈന്യം ഒരുക്കിയിട്ടുള്ള വ്യോമസേനയുടെ പിന്തുണയാണ്. ആ വ്യോമസേനയുടെ പിന്തുണയോടുകൂടി സിറിയൻ സൈന്യവും ഹിസ്ബുള്ളയും ചേർന്നിട്ടാണ് 2016 അലപ്പോ പിടിക്കുന്നത്. ഇപ്പോഴും ഈ മുന്നേറി വരുന്ന HTS സൈനികരെ നേരിടുന്ന സർക്കാർ ഫോഴ്സസിന്, അസദിൻ്റെ റെഗുലർ ആർമിക്ക് വ്യോമ കവർ, എയർ കവർ റഷ്യ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഡമാസ്കസ് പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ റഷ്യ അത് കൊടുക്കാതിരുന്നതിൻ്റെ മാറ്റം നമുക്കറിയാം. റഷ്യക്ക് ഇപ്പോൾ അതിനുള്ള ഒരു താല്പര്യമില്ല. അവർ ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ തുർക്കിയയുടെ സഹായം എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് HTSന് ഇപ്പോൾ ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത്. അവർ കൃത്യമായി എടുത്തിട്ടുള്ള നിലപാട് ഇസ്രായേലിനെയും അമേരിക്കയും പ്രകോപിപ്പിക്കില്ല എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെയോ അമേരിക്കയുടെ താല്പര്യങ്ങളെയോ എതിരായിട്ടൊരു നിലപാട് അവർ സ്വീകരിച്ചാൽ അന്ന് ഡമാസ്കസ് വീണ്ടും വീഴും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അപ്പം താലിബാൻ അതാണ് സ്വീകരിച്ചത്. താലിബാൻ അവിടെ സ്ഥിരത നേടുന്നത് എന്തുകൊണ്ടാണ്?
അവരിപ്പോൾ പണ്ട് മുല്ല ഉമറൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇപ്പോൾ തലിബാന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അവർ എവിടെ ഇടപെടുന്നില്ല. അവരുടെ രാജ്യത്തിൻ്റെ കാര്യം മാത്രം. ഇതുപോലെ സിറിയയുടെ ആഭ്യന്തര തലത്തിലേക്ക് അവർ ചുരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ സമീപകാലത്ത് വന്നിട്ടുള്ള 2 മൂവ്മെൻറ്റുകൾ, അത് ഇസ്ലാമിക് സ്റ്റേറ്റും അതുപോലെ HTS രണ്ടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതേസമയം നിങ്ങൾ അൽ-ഖ്വയ്ദനെ നോക്കുക, മറ്റ് ഇപ്പോൾ കാശ്മീരി ജിഹാദികൾ പോലും ആഗോള ജിഹാദി പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇവർ നടത്തുന്നില്ല. കാരണം അതിൽ തുർക്കിയുടെ പിന്തുണ മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഹായവും കൂടി അവർക്കുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ അമേരിക്കൻ സൃഷ്ടിയാണെന്നായിരുന്നു. അതിപ്പോഴും അതിപ്പോൾ നേരത്തെ ഞാൻ ഈ അഫ്ഗാന്റെ കാര്യം പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ സോവിയറ്റ് അധിനിവേശ കാലത്ത് അഫ്ഗാനിലെ പോരാളികളെ സഹായിക്കാനായിട്ട് അമേരിക്ക എത്രമാത്രം വ്യയം ചെയ്തു, ആയുധമായിട്ടും പണമായിട്ടും. പിന്നീട് ആ ഗ്രൂപ്പുകളെ തന്നെയാണ് അമേരിക്ക അവിടെ കയറി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അധിനിവേശം നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഏതാണ്ട് സമാനമായിട്ടൊരു സിറ്റുവേഷൻ സിറിയയിൽ നമുക്ക് കാണേണ്ടി വരും. കാരണം വെച്ചാൽ ഇപ്പോൾ അവരെ സഹായിക്കുകയും പിന്നീട് നേരത്തെ തന്നെ ഇപ്പോൾ അൽ-ജുലാനി നേരത്തെ തന്നെ അമേരിക്കയുടെ പട്ടികയിൽ ഭീകരവാദിയാണ്, തലയ്ക്ക് വിലയിട്ട ആളാണ്. അവരെ പരോക്ഷമായി സഹായിക്കുകയും അവരധികാരത്തിൽ നേറിയതിനു ശേഷം വീണ്ടും ഒരു അധിനിവേശ ശ്രമം, ഇതിൻ്റെ ഒരു റിപ്പറ്റീഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. കാരണം $10 മില്യൺ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള USA-യും UK-യും അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ഈ അൽ-ജലാനി. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ ബ്ലോക്ക് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഇടുക, അവർക്ക് അവരുടെ രാഷ്ട്ര താല്പര്യത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ രാജ്യത്തിനകത്ത് സാമൂതിരിയുടെ സമീപനമായിരിക്കും അവർ സ്വീകരിക്കുക. ചത്തും കൊന്നും അടങ്ങിക്കൊള്ളുക. അതല്ലാതെ അവർക്ക് വേറെ താല്പര്യങ്ങൾ അതിലുണ്ടാവില്ല. അതേസമയം അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവർ എലിമിനേറ്റ് ചെയ്യും. ഇപ്പം അബൂബക്കർ അൽ ബാഗ്ദാദിനെ എയർ സ്ട്രൈക്കിൽ കൊലപ്പെടുത്തിയത് അമേരിക്കയാണ്. അതുപോലെ അൽ ഖുദ്സിൻ്റെ ഇറാൻ്റെ അൽ ഖുദ്സിൻ്റെ തലവൻ ആയത്തുള്ള ഖൊമൈനി കഴിഞ്ഞാൽ ഇറാനിൽ ഏറ്റവും അധികം ആരാധകരുള്ള അത്രയും സ്വാധീനമുള്ള ആളായിരുന്നു സുലൈമാനിയെ അമേരിക്ക എയർ സ്ട്രൈക്കിൽ കൊലപ്പെടുത്തി. അതുകൊണ്ട് അൽ-ജുലാനിയൊക്കെ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന അത്ര പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവിടെ ഒരു നിലപാട് HTS എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അവർ അലപ്പോ അതുപോലെ ഡമാസ്കസ് അടക്കമുള്ള സിറിയൻ മേഖലയിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ച് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിരിക്കും പരിശ്രമിക്കുക. ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ഗൊലാൻ ഹൈറ്റ്സിലേക്ക് പോലും ഞാൻ അതിലേക്കാണ് ചോദിക്കാൻ വന്നത്. അവസാനമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതാണ്. കാരണം ഇസ്രായേൽ ഇതിൻ്റെ പാരലലി ഇപ്പോൾ അമേരിക്ക പോലെ തന്നെ കുറേ ആക്രമണങ്ങൾ നടത്തുന്നു. സിറിയയ്ക്കകത്ത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ആയുധശേഖരം നശിപ്പിക്കാനാണ് എന്നുള്ളത്. പാരലലി അവർ ഗൊലാൻ ഹൈറ്റ്സിൽ കുറേ പ്രദേശങ്ങൾ കൂടി അവരുടെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുന്നു. അവർ പറയുന്നുണ്ട് ഞങ്ങൾ വൈകാതെ പിന്മാറും എന്നൊക്കെ. അതിൻ്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഈ HTS അംഗീകരിക്കുക? ഇതൊരു സ്ഥിരം എന്താ പറയുക കയ്യേറ്റ ഭൂമിയായിട്ട്, ഇസ്രായേലിൻ്റെ കയ്യേറ്റ ഭൂമിയായിട്ട് മാറുമോ ഇത്? അല്ല, സാങ്കേതികമായിട്ട് ഈ ഗൊലാൻ ഹൈറ്റ്സ് ഇസ്രായേലിൻ്റെ തന്നെയാണ്. പക്ഷേ അവരവിടെ അതിർത്തി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ സിറിയൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറിയൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളും ഇപ്പറേ IDF നിലയുറപ്പിച്ചിട്ടുള്ള പ്രദേശം എന്ന നിലയ്ക്ക്, അതേസമയം സിറിയൻ സൈന്യത്തിൻ്റെ സ്വാധീനമുള്ള മേഖലയിൽ പോലും ഇസ്രായേലിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. കാരണം വ്യോമസേനയും മറ്റ് നിരീക്ഷണ സംവിധാനവും എല്ലാം അവിടെയുള്ള എല്ലാ മൂവ്മെൻറ്റും അവർ നിയന്ത്രിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒക്കുപ്പൈഡ് സിറിയൻ ടെറിട്ടറിയാണ് ഗൊലാൻ ഹൈറ്റ്സ്. ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് സർക്കാർ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറി. അവിടെ ഒരു വക്കും വന്നു. അവിടേക്കാണ് ഇപ്പോൾ IDF അത് ഫില്ല് ചെയ്ത് ആ പ്രദേശവും കൂടി അവർ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൊലാൻ ഹൈറ്റ്സിൽ സിറിയൻ സൈന്യത്തിനും IDF-നും ഇടയിലാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ രണ്ട് സൈന്യത്തിനും ഇടയിലുള്ള ബഫർ സോൺ അവരെന്ത് ചെയ്തു? കൈവശപ്പെടുത്തി. ഇപ്പോൾ ബഫർ സോൺ ഇല്ല, ആ പ്രദേശവും കൂടി എന്തായി? ഇസ്രായേലിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ 67-ൽ പിടിച്ചെടുത്ത ഈ ഗൊലാൻ ഹൈറ്റ്സ് പൂർണ്ണമായി ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ HTS-ഉമായി ഇസ്രായേലിന് ഒരു സംഘർഷം ഉണ്ടാക്കാനൊന്നും HTS പരിശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഹിസ്ബുള്ളേനെ എടുക്കുക, 100,000-ഓളം പോരാളികളുണ്ട്. 30,000-ഓളം പോരാളികൾക്ക് മിലിറ്ററി ഗ്രേഡിലുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട്. ആ ഹിസ്ബുള്ളയിൽ നിന്ന് അവർ
അവർ ഇല്ലാണ്ടായി. അവർക്കിപ്പോൾ കാരണം അവർ ഇറാനുമായിട്ടുള്ള അവരുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അവർക്കൊരു സ്ഥലത്തു നിന്നും ആയുധങ്ങൾ ലഭിക്കാനില്ല. മാത്രമല്ല അവർക്ക് എയർ കവറേജ് ഇല്ല. ആകാശത്തു നിന്ന് വരുന്ന ബോംബിങ്ങിനെ ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. ഇതിനെയൊന്നും പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവുമില്ല. ഭൂമിക്കടിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂമിക്കടിയിൽ പോലും അറ്റാക്ക് എടുത്തു. ഇപ്പോൾ ഗസയിലൊക്കെ ചെയ്തതാണ്. ഹമാസിൻ്റെ തുരങ്ക വ്യവസ്ഥ പൂർണ്ണമായിട്ട് അവർ തകർത്തു. അപ്പോൾ ഇത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഹിസ്ബുള്ളയെ ആശ്രയിച്ച് നോക്കുമ്പോൾ 25,000-ഓളം പോരാളികൾ മാത്രമേ ഇതിലുള്ളൂ എന്നാണ് മനസ്സിലായി, HDF-ലുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്ക് ഇസ്രായേലിൻ്റെ ഒരു മുന്നേറ്റത്തെ, IDF-ൻ്റെ ഒരു സൈനികമായ മുന്നേറ്റത്തെ തടയാനൊന്നും ഇന്നത്തെ നിലയ്ക്ക് കഴിയില്ല. അപ്പോൾ ഇസ്രായേൽ കൂടുതൽ അവർ എക്സ്പാൻഷനിസം, അവരുടെ ടെറിട്ടോറിയൽ എക്സ്പാൻഷനിസം കൺസോളിഡേറ്റ് ചെയ്യുന്നതിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ അവർ ഗസയിൽ ഇനിയിപ്പം നിലവിലുള്ള ഗസയ്ക്കും ഇസ്രായേലിനും ഇടയ്ക്ക് അവർ വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു ബഫർ സോൺ ഉണ്ടാക്കും. അപ്പോൾ ഏറെക്കുറെ ഗസയുടെ നിയന്ത്രണം, അവിടെ ആളുകൾക്ക് താമസിക്കാം എന്നതിനപ്പുറത്തേക്ക് ആ രാജ്യത്തിൻ്റെ, ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലായ അവസ്ഥയാണുള്ളത്. അതോടൊപ്പം ഉത്തര ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയെ അവരെ ഏറെക്കുറെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് ഒരു വലിയ പ്രതിരോധം നടത്താൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഒരു സംഘടിത രാഷ്ട്രത്തിൻ്റെ സൈന്യത്തിൻ്റെ സഹായമില്ലാതെ ഇത്തരം പോരാട്ട സംഘങ്ങൾക്ക് ഒരു കാലത്തും പിടിച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ പിന്തുണ പൂർണ്ണമായി ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഈയാമ്പാറ്റകളെ പോലെ തകർന്നടിഞ്ഞില്ലേ LTTE? അപ്പോൾ പഞ്ചാബിൽ എത്ര വലിയ തീവ്രവാദ പ്രസ്ഥാനമായിരുന്നു ഖലിസ്ഥാൻ വാദം. പാകിസ്ഥാനിൽ നിന്നുള്ള ആ ക്രോസ് ബോർഡർ സഹായം നിന്നതോടുകൂടി അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. കാരണം അവർ പാകിസ്ഥാനിലെ പഞ്ചാബും കൂടെ ചേർത്തിട്ട് യൂണിഫൈഡ് ഖാലിസ്ഥാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി പാകിസ്ഥാൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് അത് തടസ്സമാണ്. അപ്പോൾ അവർ ഇസ്ലാമിക് ISI അടക്കമുള്ള ആളുകൾ അതിനകത്ത് നിന്ന് പിൻവാങ്ങി. അത് വളരെ പെട്ടെന്ന് അടിച്ചമർത്തപ്പെട്ടു. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയും അതിൻ്റെ സംഘടിത സൈന്യത്തിൻ്റെയും പിന്തുണയിലാണല്ലോ ഹിസ്ബുള്ള നിൽക്കുന്നത്. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടുകൂടി ഹിസ്ബുള്ളയുടെ പോരാട്ടശേഷി ദുർബലമായി. അവരൊരു ഗ്രൂപ്പ് എന്ന നിലയിലൊക്കെ അവർക്ക് നിൽക്കാൻ സാധിച്ചേക്കാം. പക്ഷേ പ്രദേശം നിയന്ത്രണത്തിൽ വെക്കാൻ അവർക്ക് സാധിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം അവർ ഉത്തരമേഖലയിൽ നിരന്തരമായി ഹിസ്ബുള്ളയുടെ അക്രമത്തിൻ്റെ നിഴലിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ അവർ സെക്യൂറാക്കി. അതുപോലെ വെസ്റ്റ് ബാങ്കും ഗസയും പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുന്നു. 67 പിടിച്ചെടുത്ത ഗൊലാൻ ഹൈറ്റ്സിലെ അസദ് റഷീമുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, കാരണം അസദിനെ റഷ്യ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഒരു നേരിട്ടുള്ള കൺഫ്രണ്ടേഷൻ ഇസ്രായേൽ പോയിട്ടില്ല. കാരണം റഷ്യയുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. സിറിയയുടെ മെഡിറ്ററേനിയൻ കോസ്റ്റിലെ ടാർട്ടസ് 2017 റഷ്യയുടെ നാവികത്താവളമാണ്. അത് റഷ്യ പക്ഷേ അബാൻഡൺ ചെയ്തു കേട്ടോ. അവരൊരു യുദ്ധത്തിനൊന്നും നിൽക്കാതെ അവിടുത്തെ പടക്കപ്പലുകളടക്കം തിരിച്ചുപോയി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ മേഖലയിൽ വന്നിട്ടുള്ള ശാക്തിക ബലാബലത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം, ഇസ്രായേൽ കൂടുതൽ ആ മേഖലയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇനി അവിടെ പ്രവർത്തിക്കുക ഒരുപക്ഷെ ടർക്കിയയുടെ താല്പര്യങ്ങളിലൂടെ ആയിരിക്കും. ടർക്കിയെ അതുപോലെ ഖത്തർ ഗ്രൂപ്പുകളും അതിനെ ഒരു പക്ഷേ സൗദി അറേബ്യ അടക്കമുള്ള സുന്നി രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ആ ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു സുന്നി കൺസോളിഡേഷൻ്റെ തലമായിരിക്കും അവിടെ രൂപപ്പെട്ടു വരിക. ഇറാൻ കൂടുതൽ ദുർബലമാകും. കാരണം അവർക്ക് റഷ്യയിൽ നിന്ന് കാര്യമായ സഹായം കിട്ടില്ല. പിന്നെ അവരെ സഹായിക്കേണ്ടത് ചൈനയാണ്. ഇത്തരം സംഘർഷ മേഖലകളിൽ മറ്റുള്ളവരെ പോയി സഹായിക്കുന്ന ശീലം ചൈനയ്ക്കില്ല. ഇപ്പം 2016 റഷ്യ നടത്തിയിട്ടുള്ള കാർപ്പറ്റ് ബോംബിംഗ് മാത്രമാണ് സിറിയൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തെ സഹായിച്ച ഘടകം. അപ്പം അതൊന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് HTS ഒരു സായുധ സംഘം എന്ന നിലയിൽ അവരുടെ ഡമാസ്കസിൻ്റെ അധികാരം അവരുടെ കയ്യിൽ വന്നിരിക്കുന്നു. അവിടെയുള്ള മറ്റ് നിരവധിയായിട്ടുള്ള സായുധ സംഘങ്ങളെ നിരായുധീകരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ അധികാരത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് പല തലത്തിലുള്ള മൾട്ടി ലെയേർഡായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടി വരും. അതിൽ റഷ്യയുടെയും ഇറാൻ്റെയും അമേരിക്കയുടെയും തുർക്കിയുടെയും ഒക്കെ പിന്തുണ വേണ്ടി വരും. ആ ദിശയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം ദോഹ ഉച്ചകോടിയിൽ ഓരം ചേർന്ന് തുർക്കിയും ഇറാനും റഷ്യയും ഈ സിറിയയിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു വൻശക്തികളുടെ ഒരു കൺസെൻസസ് കൂടി ഉണ്ടായാൽ ഒരു പക്ഷേ സിറിയയിലെ സിവിൽ വാർ അവസാനിച്ചേക്കാം.
സിറിയയുടെ സിവിൽ വാർ അവസാനിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡെമാസ്കസിൽ ബാഷർ അൽ അസദ് ഇരിക്കുന്നു അല്ലെങ്കിൽ അൽ ജൊലാനി ഇരിക്കുന്നു എന്നുള്ളതൊന്നും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയെ മാറ്റുന്ന ഘടകമേ അല്ല. അവിടെ സിറിയയിൽ ഇപ്പോൾ 2011 മുതൽ തുടർന്ന് വരുന്ന 1,10,000 11 മില്യൺ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള 60 മില്യൺ മനുഷ്യർ അഭയാർത്ഥികളായിട്ടുള്ള ആ സിവിൽ വാർ അവസാനിക്കണം. ആ സിവിൽ വാർ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ഭരണമാറ്റം കൊണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ എന്താ പറയുക ഒരു ജനാധിപത്യപരമായ മാറ്റം ആ രാജ്യത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. റൈറ്റ്. സിറിയയിൽ ബാഷർ അൽ അസദ് എന്ന ഏകാധിപതിയെ പുറത്താക്കി അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള HTS ഭരണം ഏതാണ്ട് പിടിക്കും എന്ന് ഉറപ്പിക്കുമ്പോഴും അവിടുത്തെ സിവിൽ വാർ അവസാനിപ്പിക്കാനാകുമോ? ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് വേറൊരു ഏകാധിപത്യ ഭരണത്തിലേക്കായിരിക്കും ചിലപ്പോൾ സിറിയ മാറുന്നത്. ഒരു ഡെമോക്രാറ്റിക് സംവിധാനമൊന്നും അവിടെ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധ്യമായേക്കില്ല. പക്ഷേ അവിടുത്തെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ തുർക്കിയിൽ നിന്നൊക്കെ ആളുകൾ അസദിൻ്റെ ഭരണം അവസാനിച്ചു എന്ന് അറിഞ്ഞിട്ട് തിരിച്ച് സിറിയയിലേക്ക് വരാൻ തിരക്ക് കൂട്ടുന്നത് ഈ ആഭ്യന്തര യുദ്ധമൊക്കെ അവസാനിച്ച് സമാധാനപരമായൊരു ജീവിതം അവിടെ സാധ്യമാകും എന്ന പ്രതീക്ഷയിലായിരിക്കണം. ഒരു ഇമ്മീഡിയറ്റ് ടാസ്ക് എന്നുള്ള നിലയിൽ സിറിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും ഒരുപക്ഷെ അവിടുത്തെ ആഭ്യന്തര യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ഭരണകൂടം സിറിയയിൽ ഒരുപക്ഷെ നിലവിൽ വന്നേക്കാം. അത് എത്ര കാലം നിലനിൽക്കും? മറ്റ് ശാക്തിക രാജ്യങ്ങൾ, ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യുക? ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.